ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മളെ പരിപാടി ഒരു ഫ്രൈഡേ ഈവനിങ് വ്ളോഗാണ്. ഫ്രൈഡേയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ക്ലാസ് ആണെങ്കിൽ എന്തായാലും ശനിയും ഞായറും നമുക്ക് ലീവ് ആയിരിക്കും. അപ്പോൾ ഫ്രൈഡേ ആണ് എല്ലാ ഷോപ്പിങ്ങും ചെയ്യാറ്. ഗ്രോസറി ആയാലും എന്ത് പുറത്ത് പോകണമെങ്കിലും എല്ലാതും ഫ്രൈഡേക്കാണ് വെക്കാറ്. നാളെ നമ്മളൊരു കുട്ടി ട്രിപ്പ് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. നമ്മളിതാ ആദ്യം വന്നിട്ടുള്ളത് DMലാണ്. ഇവിടെ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം വിസ റിന്യൂവിന് വേണ്ടിയിട്ട് നമുക്ക് QR കോഡുള്ള നമ്മളെ ഫോട്ടോ വേണം. അപ്പോൾ അതെടുക്കാനാണ് ഇവിടെ മെയിനായിട്ട് വന്നത്. അങ്ങനെ ഫോട്ടോ കിട്ടി എങ്ങനെയാണ് വിസ റിന്യൂ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ പ്ലാൻ ചെയ്യുന്നു കേട്ടോ. ഞാൻ എൻ്റെ കഴിഞ്ഞിട്ട് എൻ്റെ എല്ലാം സെറ്റായിട്ട് ഞാൻ ആ വീഡിയോ ഇടുന്നതായിരിക്കും. ഗൈസ്, നമ്മൾ DMന്ന് ഇറങ്ങി ബയോമെട്രിക് ഫോട്ടോ എടുത്തു. എനിക്ക് അനന്യനെ ഇപ്പോൾ വീഡിയോ കാണിച്ചാൽ അനന്യ ഇങ്ങനെ ആക്കും. ഫോട്ടോ എടുത്തു. അത് കാരണം ഒന്നുമില്ല, കുറച്ച് സാധനങ്ങൾ വാങ്ങി വീട്ടിൽ പോകണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഭയങ്കര വെയിലാണ് ഗൈസ്, പറയണ വല്ലതും കേൾക്കുന്നുണ്ടോ? വെയിൽ ചൂട് ഓവർ. നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ മ്യൂളറിലാണ് വന്നിട്ടുള്ളത്. അല്ല, വരാൻ പോകുന്നത് മ്യൂളറിൽ നിന്ന് ഇറങ്ങി ഇപ്പം നമ്മൾ ലിഡിൽ വന്നിരിക്കുകയാണ് ഗൈസ്. കോയിൻ ഇടട്ടെ കപ്പലുണ്ട് ഗൈസ്. വിശന്നിട്ട് പോയി. അപ്പം KFC കയറിയിട്ട് ഒരു ബർഗർ കഴിച്ചു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ഫ്രൈഡേ ആണ്. ക്ലാസ് കഴിഞ്ഞ് വന്ന് നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയി. അത് ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പം എന്നിട്ട് നമ്മൾ നാളെ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇന്ന് ഗൗരി വരുന്നുണ്ട്. എൻ്റെ മുമ്പത്തെ ഷോർട്സൊക്കെ കാണുന്നവർക്കാണെങ്കിൽ കുറച്ച് പേർക്കൊക്കെ അറിയാം. ഗൗരി എൻ്റെ ഒരു ഫ്രണ്ടാണ്, പുള്ളിക്കാരി വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയി. ബിരിയാണി ഉണ്ടാക്കണം. വരുന്നതിന് മുമ്പ് രാത്രിയാവും എത്താൻ. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് വിളിക്കാൻ പോകണം. അതിന് മുമ്പ് ഒടുക്കത്തെ വെയിലാണ് ഗൈസ്. ഞാൻ ഇപ്പോൾ കർട്ടനിട്ടേക്കാണ്. ചൂട് എടുത്തിട്ട് കണ്ടോ, നല്ല വെയിലാണ്. അപ്പോൾ ഞാൻ നല്ലപോലെ ക്ഷീണിച്ചു. ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിട്ടാണ് ഇന്ന് പോയത്. അത് ഒരു മണ്ടത്തരമായിപ്പോയി. കാരണം ചൂടെടുത്തിട്ട് ഒരുമാതിരി ഉരുകിപ്പോകുന്ന ഒരു ഫീലായിരുന്നു. വൃത്തികെട്ട കുരു. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് ലിഡിൽ നിന്ന്. അപ്പോൾ ഞാൻ അത് ഇപ്പോൾ കാണിച്ചു തരാം. പിന്നെ DMന്നും കുറച്ച് സാധനങ്ങൾ മേടിച്ചു, അതും കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ പോയി കുളിക്കട്ടെ, എന്നിട്ട് ബിരിയാണി ഉണ്ടാക്കണം. ഓക്കെ, ഇതൊക്കെയാണ് ഞാൻ DMന്ന് വാങ്ങിയത്. ഒരു ലിപ് ബാം, ഹെയർ വാക്സ് എന്നൊക്കെയാണ് പറയണത്. പിന്നെ ഇത് മറ്റേ ബ്രഷിൻ്റെ കൂട്. ഞാൻ കൊണ്ടുവന്നത് പൊട്ടിപ്പോയി. ഇതെനിക്ക് 50 ക്യാൻഡിൽസ് ഉണ്ട്. ഇത് ഫ്രീ കിട്ടിയതാണ്. ഇപ്പോൾ DMൻ്റെ ആപ്പ് ഉണ്ട്. ആ ആപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓഫർ കിട്ടും. ഓരോ ബ്രാൻഡിൻ്റെ ഓഫറും ഫ്രീ ഗിഫ്റ്റൊക്കെ ഉണ്ടാവും നമുക്ക് എല്ലാ ആഴ്ചയും. നമുക്കത് ക്ലെയിം ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ അത് വാങ്ങിയതാണ്. ഈ 50 ക്യാൻഡിൽസ് എനിക്ക് ഫ്രീ കിട്ടിയതാണ്. നമുക്കിത് കത്തിച്ച് നോക്കാം മണമുണ്ടോയെന്ന്. വാങ്ങിയ സാധനങ്ങൾ അപ്പ ഇതാക്കിയിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. നമുക്ക് ആദ്യം ക്യാൻഡിലിൻ്റെ മണം നോക്കാം. ഈ മണമൊന്നുമില്ലേ? മണമില്ലാത്ത ക്യാൻഡിലാണ്. നമുക്ക് കത്തിച്ച് നോക്കാം. ഞാൻ വിചാരിച്ചു സെൻറ്റഡ് ക്യാൻഡിൽസ് ആണ്. അതിൽ എഴുതിയിട്ടില്ല, പക്ഷെ ഞാൻ വിചാരിച്ചു മണം ഉണ്ടാവുന്നു. ഇഷ്ടമാണ്. മണമൊന്നുമില്ല. പോക. ഇനി നെക്സ്റ്റ് നമ്മളെ ലിപ് ബാം ആണ്. ടിൻറ്റഡ് ആണ്. കുറച്ച് എസ്തെറ്റിക് ആയിട്ടൊക്കെ പൊട്ടിക്കണം. ഇത് എനിക്ക് പറ്റില്ല. ഇതാണ് ടിൻറ്റഡ് ലിപ് ബാം. സോ നമുക്കിത് നോക്കാം. കുഞ്ഞി സാധനമല്ലേ, കൊള്ളാലോ. ഒന്നും ഇപ്പം ട്രൈ ചെയ്യാൻ പറ്റില്ല. ഗ്ലോ വാക്സ് ഒന്നും എന്തായാലും ഇപ്പോൾ ട്രൈ ചെയ്യാൻ പറ്റില്ല. സോ അത്രേ ഉള്ളൂ. ഞാൻ കുളിച്ചിട്ട് വരാം. ഗൈസ്, എൻ്റെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ തട്ടിക്കൂട്ട് ബിരിയാണി. ഇനി ഗൗരി വന്നിട്ട് കഴിക്കുമ്പോൾ കാണിച്ചു തരാം. അപ്പം എൻ്റെ പണിയൊക്കെ കഴിഞ്ഞു, ഫുൾ ക്ലീൻ ചെയ്തിട്ടു. തട്ട് ബിരിയാണി. ഇനി എന്താണ് പരിപാടി? ഇനി കുറച്ച് പരിപാടി എന്തൊക്കെ ഞാൻ അതൊക്കെ കാണിച്ചു തരാം.
ഹലോ ഗൈസ്, അപ്പോൾ ബിരിയാണി ഉണ്ടാക്കൽ കഴിഞ്ഞു. ഞാനിപ്പോൾ ഡ്രസ്സ് വാഷ് ചെയ്യാനിട്ടു. ഫ്രൈഡേ ഉള്ളൊരു മെയിൻ പരിപാടിയാണ് ഇതൊക്കെ. ഡ്രസ്സ് വാഷ് ചെയ്യുക, കുക്ക് ചെയ്ത് വെക്കുക, അങ്ങനത്തെ കുറച്ച് പരിപാടികൾ. പിന്നെ എന്താണ്, ക്ലീനിങ് കൂടെ ചെയ്യണം. കാരണം ശനി ഞായർ വെറുതെ ഇരിക്കാമല്ലോ എന്നാലോചിച്ചിട്ടാണ് ഞാൻ എപ്പോഴും ഫ്രൈഡേ ചെയ്യാൻ വേണ്ടി നോക്കും. പക്ഷേ ചില ഫ്രൈഡേ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റാറില്ല. മിക്കവാറും ഞാൻ ഫ്രൈഡേ തന്നെ വന്നിട്ട് എല്ലാതും തീർത്തിട്ട് ഇരിക്കാൻ നോക്കും. അപ്പോൾ നമുക്ക് സാറ്റർഡേ സൺഡേ സുഖമായിട്ടിരിക്കുക, വെറുതെ ഫുഡ് ചൂടാക്കി കഴിച്ചാൽ മതി, വേറൊരു പണിയില്ല അങ്ങനെ. അപ്പോൾ പറയാൻ വന്നത് ഒന്നല്ല, ഇപ്പം സമയം 9 മണി. പക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ 9 മണിയാണ് ഇപ്പോൾ കാണുന്നത്? 9 മണിയുടെ പോലെ ഇല്ലല്ലോ. അതാണ് സമ്മറിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ എനിക്ക് തോന്നി നമ്മളൊരു പുതിയ കാര്യം ചെയ്യാൻ വേണ്ടി പോവാണ്. എൻ്റെ ലാഷസ് എക്സ്റ്റൻഷൻ വെക്കാൻ വേണ്ടി പോവാണ്. ട്രൈ ചെയ്തൊക്കെ ഞാനൊരു സെറ്റ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ കവറിൽ വന്നതല്ല കേട്ടോ, ഞാനിത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കവറിൽ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ സെറ്റ് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് എൻ്റെ കണ്ണിൽ വെച്ചിട്ട്. അതാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോണത്. ഇങ്ങനെ ഞാനിത് ഷോർട്ട്സായിട്ട് ഞാൻ എങ്ങനെ ചെയ്തതെന്നുള്ളത് ഷോർട്ട്സായിട്ട് കാണിക്കാം. ഇതിൽ ഒരു ലാഷസിൻ്റെ ബോക്സാണ്. ഇതിൽ അത്യാവശ്യം ലാഷസ് വരുന്നുണ്ട്, പിന്നെ ഒരു സ്പൂളി വരുന്നുണ്ട്, പിന്നെ ഒരു സ്പീക്കർ അവിടെ ഇങ്ങനൊരു സ്ക്വീസർ എന്നല്ല പറയുക, അത് വരുന്നുണ്ട്. പിന്നെ ഇവിടെ സീലും ഉണ്ട്, ബോണ്ടും ഉണ്ട്. കണ്ടോ, ഇത് സീലും ഇത് ബോണ്ടും. അങ്ങനെ ഈ 3 ടൂള് വരുന്നുണ്ട് ഇതിൻ്റെ കൂടെ. 3 അല്ല 4, അത് 2 ഉണ്ട്. പിന്നെ ലാഷസും ഇതൊക്കെയാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. ഇനി ഞാനിത് ചെയ്തിട്ട് ശരിയാവുകയാണെങ്കിൽ കാണിക്കാം. എനിക്കറിയില്ല അത് സക്സസ് ആവുമെന്ന്. കുറച്ച് പ്രാക്ടീസ് ചെയ്താലല്ലേ അത് കിട്ടാൻ ഒരു ഭംഗിയില്ലല്ലോ. പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് അത് ശരിയായിട്ട് വരിക. ഞാൻ ഇപ്പോൾ ഒന്ന് ചെയ്ത് നോക്കട്ടെ. എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എനിക്കറിയാവുന്ന പോലെ ഞാൻ വെച്ച്, പക്ഷെ അത് കറക്റ്റ് അല്ല തോന്നുന്നുണ്ട്. പക്ഷെ എന്നാലും ഒരു വ്യത്യാസമില്ലേ, രസമില്ലേ? നമുക്ക് അടുത്ത പരിപാടി വെക്കാം. ഞങ്ങൾ കട്ടൻ ചായയും ഏറാറൂട്ടും കഴിക്കുകയാണ്. ഏറാറൂട്ട് അല്ല, അത് വേറെ. അനന്യയുടെ എക്സ്പ്രഷൻ നോക്കാം. കറക്റ്റ് ഏറാറൂട്ടിന്റെ ടേസ്റ്റ്. ഇതിന്റെ ശരിക്കുള്ള ഞാൻ അതിൽ കൊടുക്കേ ലിഡിൽ നിന്ന് വാങ്ങിയതാണ്. അത്ര €1 എന്തോ ഉണ്ടായിരുന്നുള്ളോ. അപ്പൊ അത് ഏറാറൂട്ടൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ വാങ്ങി കഴിക്കാം. കുറെ നാൾക്ക് ശേഷമാണ് ചായയിൽ ബിസ്ക്കറ്റ് മുക്കി കഴിക്കുന്നത്. ബിസ്ക്കറ്റ് ചായ കുടിക്കുന്നത് തന്നെ കുറെ നാൾക്ക് ശേഷമാണ്. കൊള്ളാം ഗൈസ്. കറക്റ്റ് എന്തോ ഭയങ്കര ടേസ്റ്റില്ലേ ബിസ്ക്കറ്റിനൊക്കെ. കുറെ നാൾക്ക് ശേഷം കാരണം കൂടുതല. ഗൈസ്, ഞാൻ ലാഷസ് ചെയ്തു, പിന്നെന്താ ഹെയർ സെറ്റ് ചെയ്തു. ഇപ്പം ഞാൻ കെട്ടിവെച്ചല്ലോ അത്. എന്നിട്ട് ഇപ്പം സമയം എത്രയെന്നറിയോ? 12:30 ആവാനായി. 12:20 ആ ഒരു ടൈമായി. അപ്പോൾ ഗൗരി ഇപ്പം എത്തണുള്ളൂ. കാരണം അവളുടെ ട്രെയിന് കുറേയൊക്കെ ഇങ്ങനെ ക്യാൻസലായി, ഡിലേ ആയി, അങ്ങനെയൊക്കെ കുറേ ഇതായപ്പോൾ ലേറ്റായി. അങ്ങനെ ഇപ്പം എത്തുന്നുള്ളൂ. ഇപ്പം ഞാൻ അവളെ വിളിക്കാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയിട്ട് വരാം. എനിക്ക് തോന്നുന്നു വലിയ തണുപ്പില്ല വലുതായിട്ട്. അപ്പോൾ ഇതന്നെ ഇട്ടിട്ട് പോകാമെന്ന് ചോദിക്കും. വയ്യഞ്ഞ് ഡ്രസ്സ് മാറാൻ. നമ്മൾ സ്വിറ്റ്സർലാൻഡിലോട്ടാണ് പോണത്. രാവിലെ 1 ഡേ ട്രിപ്പാണ്. വലിയ ഇതൊന്നുമില്ല, ജസ്റ്റ് പോയി റെയിൻഫോളിൽ പോയിട്ട് വരാം, എന്തെങ്കിലും പറ്റണ പോലെ ഒന്ന് കവർ ചെയ്തിട്ട് വരാം എന്നുള്ളൊരു പ്ലാനിലാണ് പോണത്. നമുക്ക് അധികം ദിവസമില്ല. അവൾക്കിപ്പോൾ 1 വീക്ക് ലീവാണ്, പക്ഷെ എനിക്ക് ക്ലാസ്സിന് പോകണം. അപ്പോൾ ഉള്ളൊരു ദിവസത്തിൽ പോവാന്ന് വെച്ചു. അവൾ ട്രാവൽ ചെയ്തിട്ടാണ് വരുന്നത്. അത് കാരണം ഇന്ന് ഉറങ്ങാൻ അധികം സമയമില്ല. പിന്നെ രാവിലെ നേരത്തെ എണീച്ചിട്ട് നമ്മൾ പോകണം, എന്നാലേ അവിടെ എത്തുള്ളൂ. കുറച്ചുകൂടെ നേരത്തെ എത്താൻ പറ്റുള്ളൂ. എന്നാലും നമ്മൾ എത്തുമ്പോൾ ഒരു 10-11 ആ ഒരു ടൈം ആവും. 11-12 മണിയൊക്കെ ആവും നമ്മൾ എത്തുമ്പോൾ.
അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ഞാൻ പോയി വിളിച്ചിട്ട് വരാം, അവളെ കാണിച്ചു തരാം. ഇനി ഫുഡും കഴിച്ചിട്ടില്ല, അവളെ വന്നിട്ട് കഴിക്കാം. അവൾക്ക് വെള്ളം എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറക്കല്ലേ ഞാൻ വെള്ളം എടുത്തു. പിന്നെ ഇത് മൊത്തം കുടിക്കും അവള്. അപ്പൊ വെള്ളം എടുത്തു. ഫുള്ളിട്ടാണ് ഒരു മനുഷ്യനില്ല ഇവിടെ. സമയം എത്ര ആയിട്ട്. ഈ ടൈമിലൊക്കെ ആദ്യമായിട്ടാണ് ജാക്കറ്റ് ഇല്ലാണ്ട് പുറത്തിറങ്ങണത്. അല്ലെങ്കിൽ നല്ല തണുപ്പല്ലേ. ഇപ്പൊ ഞാൻ നോക്ക് വീട്ടിലിടുന്ന ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത്. ടീഷർട്ടും ഒരു ട്രാക്ക് സൂട്ട്. അനന്യ ജാക്കറ്റ് എടുത്തിട്ടില്ലേടി കള്ളി. ഞാൻ വീട്ടിലിട്ട ആ ടീഷർട്ടും സെയിം സാധനം ഷാളും എടുത്തിട്ട് വെള്ളം എടുത്ത് പോന്ന്, താക്കോലും എടുത്ത് പോന്ന്. കാണില്ല എന്നെ. അനന്യ ജാക്കറ്റ് ഒക്കെ ഇട്ട് വന്ന് അവിടെ കാണിച്ചു തരാം. ഒന്നും കാണില്ല ഇനി. ഗൈസ് ഗൗരി ഈസ് ഹിയർ. വർത്തനം പറ. ശരിക്കും നല്ലപോലെ പട്ടിണിയാണ്. ഇനിയാണ് കഥ ആരംഭിക്കുന്നത്. ഞാൻ സ്കൂളിൽ പോകുമ്പോ ഇനി ഗൗരി എനിക്ക് ഫുഡ് ഉണ്ടാക്കിയാൽ എനിക്ക് ഇനി കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്കൊരു ആയന കിട്ടി. ഗൈസ് ഇപ്പൊ എത്ര മണിയെന്നറിയോ? 12:30 കഴിഞ്ഞ് 1 മണിയാവാനായേ. ഞാൻ അടുത്ത 3 മണിക്ക് നമ്മൾ എണീക്കും. എന്നിട്ട് നമ്മള് ട്രിപ്പ്. ഞായറാഴ്ച പോയാലാ? ഞാൻ വീഡിയോ ഓഫ് ആക്കിയിട്ട് എന്റെ ഉത്തരം തരാം.